സഹായിച്ചൂടെ? ഹോ. ഒരു മനസാക്ഷി ഇല്ലല്ലോ. അതെ, സഹായിക്കണമെങ്കിൽ പറയണം. മേഡം ആവശ്യപ്പെടാതെ സഹായിക്കാൻ വന്നല്ലേ. ഇനിയിപ്പോ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ. ആ കുഴപ്പമില്ല, സഹായിച്ചു. അതിങ്ങോട്ട് എടുക്ക്. അത് ശരി. ഇതിപ്പോ എങ്ങനെ? എവിടെ? ആ, അല്ല, ഇനിയിപ്പോ ഇതെന്താ ചെയ്യണ്ടേ? അത് ഏറി. ഇത് എറിയണം. അല്ല, മേഡം പ്രാർത്ഥിക്കുന്നില്ലേ? എറിയട്ടാ? ആ, ദൈവമേ. താങ്ക്സ് ഉണ്ട് കേട്ടോ. ഓഹോ, ഇത്രയും വലിയൊരു ഹെൽപ്പ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് താങ്ക്സോ? പിന്നെ എന്താ വേണ്ടേ? എന്താ പറയാ? എനിക്ക് മുത്തുക. എന്നുവെച്ചാ എന്താ? ചേട്ടാ, എന്തായാലും ഞാൻ സമ്പാദിച്ചു കൊണ്ടതല്ലോ. അതിന് സമ്മാനായിട്ട് ഇയാൾ എനിക്ക് എന്താ തരുന്നേ? എന്താണാവോ വേണ്ടത്? ചൂടായിട്ടൊരു മുത്തുകവും. മുത്തുകവെന്ന് വെച്ചാ നിങ്ങളുടെ ഭാഷയില് ചക്കര ഉമ്മ. ഓ, അതാണോ? ഓ, അത് തന്നെ. തന്നോ തന്നോ, വേഗം ആയിക്കോട്ടെ. എന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്ത ആളല്ലേ. ഇനി മുതൽ എന്റെ ഫ്രണ്ട് ആട്ടോ. അല്ല, ഫ്രണ്ടോ? എന്തിനാ സർപ്രൈസ്? വലിയ ആളായോണ്ടാ? എങ്കിൽ ബിഗ് ഫ്രണ്ട്. വലുതിന് ഇംഗ്ലീഷില് ബിഗ് എന്നാ പറയാ. അപ്പൊ അങ്ങനെ പറഞ്ഞ, അപ്പൊ വലിയ ഫ്രണ്ട് ബിഗ് ഫ്രണ്ട്. എന്നാ എന്റെ സ്മോൾ ഫ്രണ്ടിങ് പോവാ. അർച്ചനയൊക്കെ കഴിച്ച് നമുക്ക് പോവാനുള്ളതല്ലേ. അല്ല, ഇയാളുടെ അമ്മ എവിടെ? പ്രദക്ഷിണം കഴിഞ്ഞില്ലാന്ന് തോന്നുന്നു. എന്നാ നമുക്ക് പോവാം. വാ. ഓം ശ്രീം ശിവായ നമഃ. ഓം ശ്രീം മഹേശ്വരായ നമഃ. ഓം ശ്രീം ചന്ദ്രശേഖരായ നമഃ. ഓം ശ്രീം നീലകണ്ഠായ നമഃ. ഓം ശ്രീം ചന്ദ്രായ നമഃ. ഓം ശ്രീം എന്താ നോക്കിയിരിക്കുന്നേ? ആ, വാ.
വാങ്ങിച്ചു. ഇന്ന് മോളുടെ സ്കൂളിലെ ആദ്യ ദിവസമല്ലേ? വലുതായി കഴിയുമ്പോൾ ആരാവണമെന്ന് ആഗ്രഹം? കലക്ടർ. കളക്ടറോ? അതൊന്നും വേണ്ട. അതെന്താ സത്യമേ? കളക്ടർ എന്ന് പറഞ്ഞാൽ നല്ല അന്തസ്സും ബഹുമാനവും ആദരവും ഒക്കെ കിട്ടുന്ന ജോലിയല്ലേ? അങ്ങനെ ഒരു ജോലി കിട്ടാൻ ആരാ കൊതിക്കാത്തത്? അധികാരചക്രം തിരിക്കുന്ന ആളല്ലേ കളക്ടർ? അതൊക്കെ വളർന്നു കഴിഞ്ഞുള്ള കാര്യമല്ലേ, അതപ്പോ തീരുമാനിക്കാം. വാ മോളെ, സ്കൂളിൽ പോകാൻ സമയമായി. വാ. പോട്ടെ. അപ്പൊ കാണാം. പോട്ടെ. പ്രദക്ഷിണം കഴിഞ്ഞോ അമ്മേ? തിരുമേനി, ആഹാ, എന്താ ഈ മിടുക്കിയുടെ പേര്? സത്യഭാമ, പുണർത നക്ഷത്രം. അതിശയമായിരിക്കുന്നല്ലോ. അപ്പോ സത്യഭാമയെ നിർത്തിപ്പൊരിച്ചത് വേറൊരു സത്യഭാമ തന്നെയാ? അമ്മേ, അവരുടെ കൂട്ടത്തിലുള്ള കുട്ടിയുടെ നക്ഷത്രം പുണർദം തന്നെയാ. മോളെ, സ്കൂളിലെത്താൻ വൈകും. കഥയൊക്കെ പിന്നെ പറയാം. തിരുമേനി, ഇപ്പൊ ചെയ്യാം. മോളെ, മോൾക്ക് വലുതാവുമ്പോ ആരാ ആവേണ്ടേ? അമ്മയെ പോലെ വലിയ ഓഫീസർ. മോള് പ്രാർത്ഥിച്ചോ? ഭഗവാനെ, ഇത്തവണ നീ തന്നെ രക്ഷിച്ചു. ഇനി അങ്ങോട്ടും നീ തന്നെ ശരണം. സത്യഭാമയുടെ കൊച്ചുമോളാ. ആ ഒരു പരിഗണന പത്മിനിക്ക് ഇവിടെ കിട്ടണം. സത്യമേ, ഇവിടെ അങ്ങനെ ആർക്കും പ്രത്യേക പരിഗണനയൊന്നും കൊടുക്കാറില്ല. ഞങ്ങൾക്ക് സ്റ്റുഡൻസ് എല്ലാം ഒരുപോലെയാ. വാസ്തവത്തിൽ ഇതുപോലൊരു സ്കൂളിലല്ല സത്യഭാമയുടെ കൊച്ചുമോള് പഠിക്കേണ്ടത്. വീടുമായിട്ട് ഇത്രയും അടുത്തായതുകൊണ്ടാ ഈ സ്കൂള് തിരഞ്ഞെടുത്തത്. ഇവിടെ ഒരു മിനിറ്റ് പോലും പിരിഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. പിന്നെ ഇവിടുത്തെ ഡിസിപ്ലിൻ, അധ്യാപകർ, ഇക്കാര്യങ്ങളിലെല്ലാം പൊതുവെ നല്ല അഭിപ്രായം എല്ലാവർക്കും ഉള്ളത്. നിങ്ങൾ കുട്ടികൾക്കെല്ലാം ഒരേ പരിഗണന കൊടുത്തോളൂ. പക്ഷേ പത്മിനിയുടെ മനസ്സ് നോവുന്ന എന്തെങ്കിലും ഉണ്ടായ ഒരു കാടിളകി വരുമെന്നുള്ളത് മനസ്സിൽ അടിവരയിട്ട് സൂക്ഷിച്ചോണം. അക്കാര്യത്തിൽ ഞാൻ ഉറപ്പുവരാം സത്യമേ. ജലജെ, പത്മിൻ മോളെ ക്ലാസ്സിൽ കൊണ്ടുപോയിരുത്ത്. വാ മോളെ, പോവാം. വല്യച്ഛ,
വൈകിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വല്യച്ഛൻ തന്നെ വരില്ലേ? ആ വല്യച്ഛൻ തന്നെ പറഞ്ഞേ. അടി വരാം. ബൈ വല്യച്ഛ. ബൈ അമ്മേ. ബൈ അച്ഛമ്മേ. ഉമ്മ തന്നെ ചെല്ലേ. വാ മോളെ. മാഡം, ഈ സ്കൂളിന്റെ സൗകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുണ്ട്. വാഷ്റൂമും ഡൈനിങ് ഹാളും ഒക്കെ. മാനേജ്മെന്റിനോ PTA ഒന്നും ബുദ്ധിമുട്ടിക്കണ്ട. ഞാൻ പിള്ളേ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. ഒരു എസ്റ്റിമേറ്റ് എടുത്ത് വെച്ചിരുന്ന ഈ മഴക്കാലം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ജോലി ആരംഭിക്കാം. മോൾ ഇവിടെ ഇരുന്നോ. പിൻബെഞ്ചിലിരിക്കണ്ട. വാ വാ. മോളെ ദാ, ഈ ഫോൺ വെച്ചോ. ഇതാണോ അമ്മേ ഫോൺ? ഇതിന് ഫോൺ എന്നാ പറയുന്നേ? എടി, ഫോൺ എന്ന് പറയുന്നതേ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യങ്ങൾക്ക് വിളിക്കാനുള്ള ഒരു സംഗതിയാ. ബാക്കി അതിലുള്ള കാര്യങ്ങളൊക്കെ ആർഭാടവാ. നിന്റെയൊക്കെ പ്രായത്തിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ഫോൺ പോലും ഇല്ലായിരുന്നു. എന്തിനാ, ഞങ്ങളുടെ വീട്ടിൽ പോലും ഇല്ലായിരുന്നു ഫോൺ. അയ്യോ ദാരിദ്ര്യം. ആഹാ, പറഞ്ഞോ നിനക്കൊന്നത് അറിയണ്ടല്ലോ. ഇത് സ്കൂൾ ടൈമിൽ പുറത്തെടുക്കരുത്. സ്കൂളിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അനാവശ്യമായിട്ട് ആരെയും വിളിക്കരുത്. നിനക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിക്കാം. ഗെയിം കളിക്കാനൊക്കെ വീട്ടിൽ വേറെ ഫോണില്ലേ? ആ കുമാരേട്ടൻ എഴുന്നേറ്റോ? സമയം ഒന്നും ആയിട്ടില്ല. രാവിലെ 9:30 ആയിട്ടേ ഉള്ളൂ. ഓ അത് ശരി. ആ ആ ബെഡ് കോഫി ഡൈനിങ് ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ അമ്മേ നീ നോക്ക്. എന്തേലും ഉണ്ടെങ്കിൽ പിന്നെ വിളിച്ചാ മതി. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കുമാരേട്ടാ, ഇങ്ങനെ മടി തുടങ്ങിയാൽ എങ്ങനെയാ? സ്കൂളിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്നല്ലേ അമ്മ പറഞ്ഞത്? മോളെ, അത് ടീച്ചറല്ലേ? ടീച്ചർമാരെ കുട്ടികൾക്ക് മാതൃകയെന്നല്ലേ അമ്മ പറഞ്ഞിട്ടുള്ളത്? നിന്നെ കൊണ്ട് തോറ്റു ഞാൻ. നീ ഇവിടുത്തെ ടീച്ചേഴ്സിനെ ഒന്നും റൂള് പഠിപ്പിക്കാൻ നിൽക്കല്ലേ. അവര് പറയുന്നതൊക്കെ അനുസരിക്കണം. വാ. ആ ആ ഇല്ല ഇല്ല. ആ ആ ആ കുമാരേട്ടാ, ഞാനിപ്പോ വിളിക്കാമേ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. മിസ്സിന് ഗുഡ് മോർണിംഗ് പറയും മോളെ. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ് സത്യക്കുട്ടി. മാം തന്നെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതെന്റെ സ്വന്തം മോളാ മിസ്സേ. അല്ല മാം, മാം കളക്ടർ അല്ലേ? കളക്ടറൊക്കെ മോളെ കൊണ്ടുവിടാൻ സ്കൂളിൽ വരാന്ന് പറഞ്ഞ. സത്യയെ സ്കൂളിൽ കൊണ്ടുവിടാൻ വരുന്നത് കളക്ടറല്ല, അവളുടെ അമ്മയാ. കളക്ടറുടെ മകളെന്നൊരു പ്രത്യേക പരിഗണനയൊന്നും അവൾക്ക് കൊടുക്കരുത്. അക്കാര്യം ആരോടും പറയരുതെന്ന് ഞാൻ ഇവളോടും പറഞ്ഞിട്ടുണ്ട്. ഒരു സർക്കാർ ജോലിക്കാരിയുടെ മകൾ, അത്രയും മതി. വാസ്തവത്തിൽ സർക്കാർ ജോലിക്കാരിയാണല്ലോ കളക്ടർ. എന്നാലും മാഡം, മിസ് ഓർക്കുന്നില്ലേ എബ്രഹാം ലിങ്കൻ മകന്റെ അധ്യാപകൻ അയച്ച കത്ത്? അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. പ്രസിഡന്റിന്റെ മകൻ എന്നുള്ള ഒരു പരിഗണനയും അവന് കൊടുക്കരുതെന്നായിരുന്നു കത്തിന്റെ രത്നച്ചുരുക്കം. എങ്കിലേ അവൻ നന്നാവുകയുള്ളെന്ന്. ഇപ്പോഴും സിലബസിലുണ്ട്. യെസ് മാം, മാം പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളാം. വൈകുന്നേരവും ഇവളെ കൂട്ടാൻ ഞാൻ തന്നെയാവും വരിക.
ഈ തിരക്കിനിടയിൽ മേഡം എങ്ങനെ? കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട നിമിഷങ്ങൾ കഴിഞ്ഞു മതി നമ്മുടെ എല്ലാവരുടെയും തിരക്ക്. നമ്മള് തിരക്കിട്ട് ഓടുന്നതിനിടെ അവരങ്ങ് വളർന്നു പോവും. നമ്മുടെ തിരക്ക് അവസാനിക്കുമ്പോഴേക്കും അവര് പിന്നെ തിരക്കിലാവും. ഓർമ്മയിൽ സൂക്ഷിക്കാൻ കുറച്ച് നല്ല നിമിഷങ്ങൾ പോലും ഉണ്ടാവില്ല. അതൊക്കെയല്ലേ ജീവിതം. വാസ്തവത്തിൽ പാരന്റ്സിനെ ഇത്തരത്തിലൊരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കേണ്ടതാണ് മാഡം. മാം കുറച്ച് സമയം നീക്കിവെക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പ്രിൻസിപ്പലിനോട് ധരിപ്പിക്കാം. അതൊന്നും വേണ്ട. ക്ലാസ് എടുക്കാൻ എളുപ്പമാ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാ പ്രയാസം. അതെന്താ മാം അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല. ഇതല്ലേ ഇവളുടെ ക്ലാസ്? അതെ മാഡം. അപ്പോ എനിക്ക് പോവാലോ അല്ലേ? പൊയ്ക്കോളൂ മാഡം. മോളെ ഞാൻ ക്ലാസ്സിൽ കയറ്റി ഇരുത്തിക്കോളാം. മിസ് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. സംസാരിക്കുന്നത് ജില്ലാ കളക്ടറല്ല, ഒരു കുട്ടിയുടെ പാരന്റ്. പറ്റുമെങ്കിൽ മാത്രം പരിഗണിക്കണം. അയ്യോ പറഞ്ഞോളൂ മാഡം, മാമിന് എന്ത് വേണമെങ്കിലും പറയാലോ. ഈ ജോലി സമയത്ത് ഫോണിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കണം. ജോലി സ്ഥലത്ത് വീടിന് കെട്ടിവലിച്ചുകൊണ്ട് വരാതിരിക്കുന്നതാ നല്ലത്. അതുപോലെ സ്കൂൾ എടുത്ത് തലയിൽ വെച്ച് വീട്ടിലും കൊണ്ടുപോകരുത്. ഇവിടുത്തെ ജോലികൾ ഇവിടെ തന്നെ തീർക്കണം. അവിടുത്തെ കാര്യങ്ങൾ ഇവിടേക്കും ഇവിടുത്തെ കാര്യങ്ങൾ അവിടേക്കും കൊണ്ടുപോകുമ്പോൾ എല്ലാം കൂടി കുഴഞ്ഞു മറിയും. ഒന്നിനും സമയം തികയാതെ വരും, പ്രത്യേകിച്ചും നമ്മൾ സ്ത്രീകൾക്ക്. സോറി മാം, ഹസ്ബൻഡ് പോലീസിലാ. മിക്കവാറും നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കുവേ. സ്കൂളാണെങ്കിൽ പകലല്ലേ. ഞാൻ ഇറങ്ങി പോരുന്ന സമയത്ത് കക്ഷി നല്ല ഉറക്കത്തിലായിരിക്കും. കൂടാതെ ആളാണെങ്കിൽ നല്ല ഒന്നാന്തരം മടിയനാ. എല്ലാ കാര്യത്തിനും ഞാൻ എടുത്തു വേണം. ബ്രഷ് ചെയ്യാൻ മുതൽ യൂണിഫോം ഇസ്തിരിയിട്ട് എടുത്തു കൊടുക്കാൻ വരെ. ഇപ്പൊ മിസ്സിന് ചെറിയ ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും ഒന്ന് അകന്നു നിൽക്കുമ്പോഴേ അതും ഒരു സുഖമായിരുന്നെന്ന് മനസ്സിലാവും. അത് ശരിയാ മാഡം. എങ്കിൽ ശരി, ഞാൻ ഇറങ്ങട്ടെ അപ്പൊ. ശരി മാഡം. അമ്മ പോയിട്ട് വരാം. നല്ല കുട്ടിയായിട്ടിരുന്ന് പഠിക്കണം. ബെഡ് കോഫി ഡൈനിങ് ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കുമാരേട്ടാ. ഇവിടെ ഞാൻ കളക്ടർ മോളെ ക്ലാസ് കയറ്റി ഇരുത്താൻ നിൽക്കുക. അല്ലല്ല, കളക്ടർ മോളല്ല, ഒരു സർക്കാർ ജോലിക്കാരിയുടെ മോള്. അയ്യോ, ഹോട്ടൽ കാലിയാണല്ലോ. പൊന്നിയന്റെ വെള്ളം എടുത്ത് വയ്ക്കാൻ മറന്നുപോയോ? എന്ത് ചെയ്യും? ദാഹിക്കുന്നല്ലോ. പുറത്തു പോയി വെള്ളം എടുത്തോണ്ട് വരാം. അയ്യോ സോറി. സോറിയോ? നിന്റെ മുഖത്തെന്താ കണ്ണില്ലേ? ഞാൻ സോറി പറഞ്ഞില്ലേ? പൊക്കോ. നീ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതെന്ന് ഓർമ്മ വേണം. ഇവിടെ ആ കുട്ടി ഇരുന്നിരുന്നതാ. ഏത് കുട്ടി? ഇപ്പൊ കുട്ടിയുടെ ദേഹത്ത് തട്ടിയ കുട്ടിയില്ലേ, ആ കുട്ടി. അവളാണോ ഇവിടെ ഇരുന്നിരുന്നത്? അതെ. സോറി. നല്ല ബാഗ്. ഇതവിടെ കിടക്കട്ടെ. ഹലോ, ഇനി നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ലിജോ. ലിജോ ഉള്ളടുത്ത് ലിജോ പറയുന്നത് നടക്കുക. അതുകൊണ്ട് എന്നെ അനുസരിച്ച എല്ലാവർക്കും നല്ലത്. കേട്ടല്ലേ എല്ലാരും? എന്റെ പൊന്നു കുമാരേട്ടാ, ടൂത്ത് ബ്രഷ് ഞാൻ വാഷ്റൂമിൽ തന്നെ വെച്ചിരുന്നതാണല്ലോ. ഇല്ലേ? എങ്കിലും ആ വാഷ് ബേസിലേക്ക് നോക്ക്. കുമാരേട്ടൻ തന്നെയാവും മാറ്റി വെച്ചത്. ആ വാഷ് ബേസിനല്ല, ഡൈനിങ് റൂമിലെ.